അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് അനഗ്രാംസ് എന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ എൻ അറേ സ്ട്രിങ്സ് strs group all anagrams together into sublist. You may return the output in any order. An anagram is a string that contains the exact same characters as another string, but the order of the characters can be different. അതായത് നമുക്കൊരു അറേ തന്നിട്ടുണ്ടാവും. അതിൽ ഇപ്പോൾ ഇതുപോലത്തെ ഈ ഒരു അറേ തന്നിട്ടുണ്ടാവും. ഒരു അറേ strs എന്ന് പറഞ്ഞിട്ടുള്ള അറേ തന്നിട്ടുണ്ടാവും. ഈ അറേയിൽ കുറേ സ്ട്രിങ്ങുകൾ ഉണ്ടാവും. ഈ ഒരു സ്ട്രിങ് പോട്ട്സ്, ടോപ്സ്, ക്യാറ്റ്, സ്റ്റോപ്പ്, ഹാറ്റ്, അങ്ങനെ കുറേ സ്ട്രിങ്ങുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആറയുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓൾ അനഗ്രാംസ് ഇൻ ടു സബ് ലിസ്റ്റ്. ഒരു സബ് ലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുക. അപ്പം നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ടിൽ ഈ അനഗ്രാമുകളൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ആദ്യം അതിന് അനഗ്രാം എന്താണെന്ന് അറിയണ്ടേ? അനഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാറ്റ്, CAT, അതേപോലെ ACT, CATയും ACTയും ഒരു അനഗ്രാമാണ്. ഇത് അനഗ്രാം എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ CATയിലുള്ള എല്ലാ സാധനങ്ങളും ACTയിലും ഉണ്ട്. C ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്. ആ എല്ലാ ക്യാരക്ടേഴ്സും അതിലുണ്ട്. അതിൻ്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നുള്ളൂ, പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സും അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് പറയുക, സംഭവത്തിന് നമ്മൾ അനഗ്രാം എന്ന് പറയുക. അങ്ങനെയുള്ള സ്ട്രിങ്ങുകളുടെ പെയറിനെ നമ്മൾ അനഗ്രാം എന്ന് പറയാം. അപ്പം അങ്ങനത്തെ സ്ട്രിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ACT, ഈ ACT എന്നുള്ളത് എന്തുണ്ട്? കാറ്റിൽ വന്നിട്ടുണ്ട്. ACT, CAT, കാറ്റ്, ഇത് രണ്ടും ഒന്നാണ്. അതുപോലെ POTS, അത് നമുക്ക് എന്ത് ചെയ്യാനും TOPS, ഇത് രണ്ടെണ്ണത്തിൽ ഒരേ ലെറ്റേഴ്സാണ് ഉള്ളത്. അതുപോലെ STOP, ഇതിൽ ഒരേ ലെറ്റേഴ്സ് ഒരേ ഫ്രീക്വൻസിയിൽ വരണം. അതായത് ഇപ്പോൾ SSTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും ഒരേ ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇതിൽ 2 S ഉണ്ട്, ഇതിൽ ഒരു S ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസിയും ഒരേപോലെ ആവണം, അതേപോലെ തന്നെ ലെറ്റേഴ്സും ഒരേപോലെ തന്നെ ആവണം. അപ്പോൾ അത്രയും ഒരേപോലെയുള്ള സ്ട്രിങ്ങുകളാണ്. അതായത് ജസ്റ്റ് ആ ലെറ്റേഴ്സ് ആണോണ്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ സ്ട്രിങ്ങുകളാണ് നമുക്ക് അനഗ്രാം എന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ ഹാറ്റ് നമ്മൾ നോക്കുമ്പോൾ HAT, ഇതിന് വേറെ നമുക്ക് സിമിലർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അനഗ്രാം HATയുടെ അനഗ്രാമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞാൽ HATയുടെ അനഗ്രാമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞാൽ എന്താണ്? TAH വരാം, അതേപോലെ HTA വരാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ അനഗ്രാമായിട്ട് വരാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ലെറ്റേഴ്സ് ആണോണ്ട് മാറ്റി. അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ അനഗ്രാം എന്ന് പറയുക. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനത്തെ അനഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതെങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് സോർട്ട് ചെയ്യുക. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു റഫ് ഐഡിയ പറയാം. അതിപ്പോൾ ACTയും ഞാൻ പറഞ്ഞത് CATയും ഇതാണെന്ന് പറഞ്ഞാൽ അനഗ്രാമാണെന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ACT സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ACT എന്ന് വരിക സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ CAT സോർട്ട് ചെയ്താൽ എന്താ വരിക? ACT തന്നെ വരിക. CAT സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ വരും. A ആണ് ആദ്യം, C ആണ് പിന്നെ രണ്ടാമത്. ഇപ്പോൾ CAT സോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെ വരിക, ACT തന്നെ വരിക. അതേപോലെ ഇതിലിപ്പോൾ ഏതൊക്കെ നമ്മളിപ്പോൾ TAC എന്നുള്ള ഒരു വേർഡ് ഉണ്ടായിരുന്നു വിചാരിച്ചു, അത് സോർട്ട് ചെയ്താലും എന്ത് തന്നെ വരിക? ACT തന്നെ വരിക. അതായത് ഏതൊക്കെ അനഗ്രാമുകൾ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ സെയിം ഇതിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. സെയിം ഇതിലും അങ്ങനെ തന്നെ. ടോപ്സ് സോർട്ട് ചെയ്ത് എന്ത് വരും? OPST വരും. പോർട്സ് സോർട്ട് ചെയ്ത് എന്ത് വരും? OPST വരും. അതുപോലെ സ്റ്റോപ്പ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ OPST വരും. ഇതൊക്കെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കെന്നെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ACT ഇത് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ACT വരും. അപ്പോൾ ആ സോർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ റൺ ചെയ്യട്ടെ. നമ്മൾ ആദ്യം ഇവിടെ എത്തും. ACTയിൽ നമ്മളിത് ACT സോർട്ട് ചെയ്യും. അപ്പോൾ ACT എന്ന് കിട്ടി. ഈ സോർട്ട് ചെയ്തത് എന്ത് ചെയ്യും? ഓക്കെ, ACT സോർട്ട് ചെയ്തത് അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ACT നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് ഇതിൽ നിൽക്കുന്നത് POTS സോർട്ട് ചെയ്ത് എന്തായി? OPST ആയി. POTS സോർട്ട് ചെയ്താൽ OPST ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു കീൻ്റെ സോർട്ട് ചെയ്ത കീൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് POTS വെച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്തത് TOPS സോർട്ട് ചെയ്ത് എന്ത് വരും? OPST വരും. എന്നിട്ട് അതിൻ്റെ ആ ഒരു സോർട്ട് ചെയ്ത ആ ഒരു ഇത് കീ ഇതാണ്, OPST ആണ് വന്നത്. അതിൻ്റെ വാല്യൂ നമ്മൾ എന്താക്കി എടുക്കും? ഈ ഒരു അതിൻ്റെ വാല്യൂ നമ്മൾ എന്താക്കും? ടോപ്സ് ആക്കും.
അത് കഴിഞ്ഞിട്ട് CAT, അത് കഴിഞ്ഞ് നമ്മൾ CAT നടത്തും. CAT നോക്കുമ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ACT വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ACT എന്നുള്ള കീ വരുന്ന ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ CAT കൊണ്ടുപോയി വെക്കും. അത് കഴിഞ്ഞിട്ട് STOP നമ്മൾ എന്ത് ചെയ്യും, STOP നമ്മൾ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യുമ്പോൾ OPST വരും. നമ്മൾ ഇതിൻ്റെ ഈ OPSTയുടെ ഇതിലായിട്ട് നമ്മൾ STOP വെക്കും. ഇത് പിന്നെ അടുത്തത് ഹാറ്റ് സോർട്ട് ചെയ്ത് എന്ത് വരിക, AHT വരും. അപ്പോൾ അത് നമ്മൾ ഹാറ്റ് ഇവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇത്, ഈ ഒരു അനഗ്രാമുകളൊക്കെ ഒരു ഗ്രൂപ്പിലായി വന്നെടുക്കണം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസ് മാത്രം, ഇതിൻ്റെ വാല്യൂസ് മാത്രം പുറത്തേക്ക് എടുത്താൽ മതി. കാരണം ഇതിങ്ങനെ കൊടുക്കേണ്ടത് ഒരു ലിസ്റ്റ്, ഇതൊരു ലിസ്റ്റാവും കൊടുക്കണ്ടാവും. ഇനി നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് എന്താണ് പറയുക, ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് മാത്രമായിട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കുമ്പോൾ അതിങ്ങനെ വരും. ഔട്ട്പുട്ടിൽ ഇങ്ങനെ വരും ACT, CAT, ഈ സംഭവങ്ങളൊക്കെ വേറെ വേറെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടും, വാല്യൂസ് മാത്രമായിട്ട് ഒരു ലിസ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ലിസ്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കിട്ടും. അതാണ് ഇത് സോർട്ടിങ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഓരോ ഇതിലേക്ക് പോകും. എന്നിട്ട് അതിന് ആ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്ട്രിങ്ങുകൾ നമ്മൾ സോർട്ട് ചെയ്യും. എന്നിട്ട് ആ സോർട്ട് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടാവില്ല, അത് നമ്മൾ കീ ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അതിൻ്റെ ഒറിജിനൽ നമ്മൾ ഇവിടെ കൊടുക്കും. എന്നിട്ട് അതേപോലെ തന്നെ അടുത്തതെടുക്കും. എന്നിട്ട് ആ അടുത്തത് നമ്മൾ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടും, അതിൻ്റെ കീ ആയിട്ട് ഇതെടുക്കും. അടുത്തെടുക്കും, സോർട്ട് ചെയ്യും, അതിൻ്റെ കീ ആയിട്ട് ഇതെടുക്കും. അടുത്തെടുക്കും, സോർട്ട് ചെയ്യും, അതിൻ്റെ കീ ആയിട്ട് ഇതെടുക്കും. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഇങ്ങോട്ടിടും. അടുത്തെടുക്കും, സോർട്ട് ചെയ്യും, അതിൻ്റെ കീ ഇങ്ങോട്ട് എടുക്കും. ആ കീൻ്റെ ഒറിജിനൽ നമ്മൾ ഇങ്ങോട്ടിടും. അങ്ങനെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, വാല്യൂസൊക്കെ കംപ്ലീറ്റ് ഇവിടെ വരും. ഇതിൻ്റെ എല്ലാ അനഗ്രാമുകളും ഇവിടെ വരും. എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് കളയാം. എന്നിട്ട് നമുക്ക് വാല്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഈ വാല്യൂ ഉണ്ടല്ലോ, ഇത് മാത്രമായിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് M × n log n ആവും വരാം. ഇത് എന്തുകൊണ്ട് M × log n വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ M തന്നെ എന്ത് M എന്നും M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ അറേ, ലെങ്ത് ഓഫ് ദ നമ്പർ ഓഫ് സ്ട്രിങ്സ്. അതായത് എത്ര സ്ട്രിങ്ങുകൾ ഇതിലുണ്ട് മൊത്തം, 1 2 3 4 5 6, അങ്ങനെ 6 സ്ട്രിങ്ങുകളുണ്ട്. അപ്പോൾ M എന്ന് പറഞ്ഞാൽ 6 ആവും. അപ്പോൾ അത്രയും സ്ട്രിങ്ങുകൾ നമ്മൾ എന്തുണ്ട്, കാരണം ഇവിടെ ഒരു ട്രാവേഴ്സൽ നടത്തുന്നുണ്ടല്ലോ, ACT മുതൽ ഇവിടെ ഒരു ട്രാവേഴ്സൽ ചെയ്യണം. ഓരോന്ന് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണ്ടല്ലോ. ഈ ട്രാവേഴ്സലാണ് നമ്മൾ എന്ത് ചെയ്യണത്, M ആയിട്ട് കണക്കാക്കുന്നത്. അത് M ഇൻറ്റു നമ്മളിന്നിട്ട് ഓരോ ട്രാവേഴ്സിലും നമ്മൾ എന്താ ചെയ്യണത്, ഓരോ ട്രാവേഴ്സിലും നമ്മൾ ഇത് സോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോർട്ട് ചെയ്യണതിന് എന്തുണ്ട്, n log n ടൈംസ് അതിൻ്റെ തന്നെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലത്തെ ഏറ്റവും വലിയ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്താണ് നമ്മൾ n ആയിട്ട് എടുക്കുക. കാരണം നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി എടുക്കുക. അപ്പോൾ അങ്ങനെ ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n log n ആവും അതിൻ്റെ സോർട്ടിങ് ഇത് വരിക. അപ്പോൾ അങ്ങനെ ഓരോ ഐട്രേഷനിലും നമ്മൾ ഓരോ എമ്മിലും ഉള്ള ഓരോ ഐട്രേഷനിലും നമ്മൾ n log n ടൈംസ് ഇത് സോർട്ട് ചെയ്യും. ആ സോർട്ട് ചെയ്യണതിൻ്റെതാണ് ഈ ഓഫ് M × log n. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ M × n വരിക. കാരണം നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഒരു ഹാഷ് മാപ്പ് നമ്മളോട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ ഡിക്ഷണറിയുടെ ആണ് ഈ ഒരു M × n. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്ട്രിങ്സ്, മൊത്തം ഇത് എത്ര സ്ട്രിങ് ഉണ്ടോ അത്രയും നമ്പർ അതിലുണ്ടാവും. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ട്രിങ്. അതാണ് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി, അതേപോലെ തന്നെ ടൈം കോംപ്ലക്സിറ്റി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് ഹാഷ് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ACT, PTOs അങ്ങനത്തെ സാധനങ്ങളൊക്കെ തോന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്രീക്വൻസി അറേ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിതെല്ലാം സോൾവ് ചെയ്യണം. ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറേ ഉണ്ടാക്കും. ആ ഒരു അറേയിൽ ഇതുപോലെ ഒരു അറേ ഉണ്ടാക്കും. കാരണം നമുക്കറിയാം ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉള്ളത്. നമുക്ക് ഗ്യാരണ്ടീഡ് ആണ് എന്ത്, ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 26 ലെറ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ 26 0 ഉള്ള ഒരു എന്തുണ്ടാക്കും, ഒരു അറേ ഉണ്ടാക്കും. അതിനാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയാം. ഇതിൽ ഓരോ അറേത്ത് ഓരോ എലമെൻറ്റ്, അതായത് 0 അറേ നമുക്കറിയാം 0 1 2 3 എന്നിട്ടാണ് അറേ പോവുക. 0 1 2 3 4 5 6 7 അതായത് ഓരോ ഇതിലത്തെ ഓരോ ഇൻഡെക്സും ഡിനോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ ലെറ്റേഴ്സാണ്. 0 ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ A, 1 ഇൻഡിക്കേറ്റ് ചെയ്യണ B, 2 ഇൻഡിക്കേറ്റ് ചെയ്യണ C, അങ്ങനെ ഓരോന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോതാണ്. ഇനി നമ്മൾ നേരത്തെ കൺസെപ്റ്റ് തന്നെ പറയാം. നമ്മൾ ആദ്യം ACT എടുത്ത് ACTയുടെ ഫ്രീക്വൻസി അറേ എങ്ങനെയാവും വരിക. ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 1 ആക്കും. C ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 1 ആക്കും. അതേപോലെ T ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഇതാ T വിചാരിച്ചോ, അപ്പോൾ T ഉണ്ടെങ്കിൽ അപ്പോൾ T ഇവിടെ 1 ആവും. ഇതിനപ്പോൾ എന്ത് ചെയ്ത് യുണീക്കായിട്ടുള്ള ഒരു അറേ ഉണ്ടായി, യുണീക്കായിട്ടുള്ള ഒരു ഫ്രീക്വൻസി അറേ. ഇനി നമ്മളിപ്പോൾ ഇപ്പോൾ CAT എടുത്തു കഴിഞ്ഞാലും സെയിം തന്നെ വരാം. C എന്ത് ചെയ്യും, ഇവിടെ 1 ആവും, A ഇവിടെ 1 ആവും,
പിന്നെ അതുപോലെ ടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അനഗ്രാംസിൻ്റെ നമ്മൾ ഫ്രീക്വൻസി അറേ എടുക്കുമ്പോൾ രണ്ട് അനഗ്രാം, ഇപ്പോൾ ആ പെയറിലുള്ള രണ്ട് അനഗ്രാമുകളും ഒരേ ഫ്രീക്വൻസി അറേയും കാണിക്കാം. ഇപ്പോൾ കാണിച്ച പോലെ എ സിയുടെ ഫ്രീക്വൻസി അറേയും സി എ ഡിയുടെ ഫ്രീക്വൻസി അറേയും ഒന്നാണ്. പക്ഷെ നേരെ മറിച്ച് പി ഒ ടി എസിൻ്റെ ഫ്രീക്വൻസി അറേ എടുത്ത് നോക്കുമ്പോൾ പി ഇവിടെ വരും, പിയിൽ വണ്ണ് വരും, ഓല് വണ്ണ് വരും, പിന്നെ ടി ഉണ്ടെങ്കിൽ ടിയിൽ വണ്ണ് വരും, എസ്സിൽ വണ്ണ് വരും. അങ്ങനെ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എ സിയുടെ ഫ്രീക്വൻസി പറയും പി ഒ ടി എസിൻ്റെ ഫ്രീക്വൻസി പറയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് സെയിം ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നേരത്തെ ആ ഹാഷ് ടേബിളിൻ്റെ കൺസെപ്റ്റിൽ തന്നെ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കിയിട്ട് അത് ടപ്പിളായിട്ട് നമ്മളോട് ഡിനോട്ട് ചെയ്യും. കാരണം ടപ്പിളാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത സാധനങ്ങൾ വേണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അറേ നമ്മൾ ടപ്പിളായി കൺവേർട്ട് ചെയ്തില്ല. ടപ്പിൾ എന്ത് ചെയ്യും, ഇവിടെ കീ ആയിട്ട് എടുക്കും. എന്നിട്ട് ആ ഒരു കീ, ഇതിപ്പോൾ ഈ ഒരു കീ ഡിനോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എ സി ടിനാണ്. എ സി ടി ജസ്റ്റ് ഇപ്പോൾ എ സി ടി ആകുമ്പോൾ ഇവിടെ വരാം, എ പിന്നെ സി പിന്നെ ടി, ഇത് ടി ആണെന്ന് വിചാരിച്ചു. ജസ്റ്റ് നമ്മൾ വെറുതെ കൊടുത്തുന്നുള്ളൂ. അതുപോലെ ഇത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇത് പി ടി ഒ എസ് ആണ് ഇമാജിൻ ചെയ്യുക, അത് എച്ച് എ ടി എന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും, നമുക്കൊരു ഐഡിയ കിട്ടിപ്പോൾ ഏകദേശം. അതായത് ഓരോ അറേയും ഓരോ സ്ട്രിങ്ങിലും ഇപ്പോൾ അത് അനഗ്രാം ആണെങ്കിൽ അതിന് സെയിം ടപ്പിളാവും, അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി അറേ ഉണ്ടാവുക. അത് നമുക്ക് മനസ്സിലായി. ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ എ സി ടിയിൽ പോകും. ആദ്യം നമ്മൾ എ സി ടിയിൽ പോകും. എ സി ടിയിൽ പോയിട്ട് എന്ത് ചെയ്യും, എ സി ടി അവിടെ മൊത്തം മണ്ണാക്കിയിട്ടുള്ള ഒരു അറേ ഉണ്ടാക്കും. അത് എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ടപ്പിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എ സി ടി ഇവിടെ കൊടുക്കും. ആ ഒരു ടപ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എ സി ടി നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പി ഒ ടി എസ് നമ്മൾ ഇങ്ങനെ ഇവിടെ വണ്ണാക്കി അങ്ങനെയുള്ള ഒരു ടപ്പിളാണെന്ന് വിചാരിച്ചത്. അങ്ങനത്തെ ഒരു ടപ്പിൾ ഇവിടെ ഉണ്ടാക്കി. എൻ്റെ ആ ടപ്പിൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ പി ടി ഒ എസ് ഇവിടെ കൊടുത്ത്, പി ഒ ടി എസ് ഇവിടെ കൊടുത്ത്. അതിങ്ങനെ ടി ഒ പി എസ് വന്ന് ടി ഒ പി എസ് ഇതേപോലെ തന്നെ സെയിം ഇതാവും ഉണ്ടാവുക ടി ഒ പി എസിനും. കാരണം ടി ഒ പി എസ് അങ്ങനെ 4 സ്ഥലത്തോടെ 1 ഇൻഡിക്കേറ്റ് ചെയ്യുക, ബാക്കി എല്ലോ 0 ആവും. അപ്പോൾ അത് സെയിം ആവും. അപ്പോൾ ഇതേ ടപ്പിളിൽ തന്നെ അത് പോകും. ഇതേ ടപ്പിളിൻ്റെ കീ ആയിട്ട് എന്ത് ചെയ്യും, ഇതും വരും, എന്ത് നമ്മുടെ ടി ഒ പി എസും വരും സെയിം. ഇപ്പോൾ ഇവിടെ കാറ്റ് വരുമ്പോൾ കാറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാറ്റിനും എ സി ടിക്കും സെയിം ആണ്. അപ്പോൾ ഇവിടെ കാറ്റ് വരും ആ ഒരു ടപ്പിളിൻ്റെ കീ ആയിട്ട്. അതിന് സ്റ്റോപ്പ് നോക്കുമ്പോൾ പിന്നെയും സ്റ്റോപ്പ് എന്ത് ചെയ്ത് ഇവിടെ വന്ന് സ്റ്റോപ്പിൻ്റെ കീയും ഇവിടെ വന്നു. പിന്നെ ഹാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ടപ്പിൾ, വേറെ തന്നെ ടപ്പിളാവും. അപ്പോൾ ഹാറ്റ് ഇവിടെ വരും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ വാല്യൂസ് മൊത്തം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് മാത്രമായിട്ട് പുറത്ത് കൊടുക്കും. കാരണം ഇത് ടപ്പിൾ നമുക്ക് ആവശ്യമില്ല, ഇനി നമുക്ക് വാല്യൂസ് മാത്രം മതി. വാല്യൂസ് നമ്മൾ പുറത്ത് കൊടുക്കും. വാല്യൂസ് പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. വാല്യൂസ് പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി മറ്റേ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ അപ്രോച്ചിനായിട്ട് കുറച്ചുകൂടി എന്താണ് പറയുക, എഫിഷ്യൻ്റ് ആവും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിവിടെ സോർട്ട് ചെയ്യണില്ല. നേരത്തെ നമ്മൾ സോർട്ട് ചെയ്യണ്ടായിരുന്നു, ഇവിടെ നമ്മൾ സോർട്ട് ചെയ്യണില്ല. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി അറേ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി അറേ യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഓരോ സ്ട്രിങ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. മറ്റേ ഇൻപുട്ട് അറേയിൽ ഓരോ സ്ട്രിങ് ആയിട്ട് പോകുന്നുണ്ട്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനും ഒരു ടപ്പിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി അറേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ലോങ്ങസ്റ്റ് സ്ട്രിങ് ആണ് എൻ, അതിൻ്റെ ലെങ്ത്താണ് എൻ. അപ്പോൾ അത്രയും വേഴ്സ്റ്റ് കണ്ടീഷനിൽ അത്രയും വലിയൊരു സ്ട്രിങ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയ വേഴ്സ്റ്റ് കണ്ടീഷൻ, അത്രയും വലിയ ഒരു ലെങ്ത്തുള്ള സ്ട്രിങ് വരെ നമ്മൾ എന്ത് ചെയ്യും, ട്രാവേഴ്സ് ചെയ്യും. അത്രയും വലിയ സ്ട്രിങ് വരെ നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രാ ഈ ഹാഷ് മാപ്പിലത്തെ കീ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാഷ് മാപ്പാണ് നമ്മൾ എക്സ്ട്രാ സ്പേസ് ആയിട്ട്. കാരണം നമ്മൾ റിസൾട്ടിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ ഈ എം മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളെ വേഴ്സ്റ്റ് കേസിൽ നമ്മളെ സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞാൽ എക്സ്ട്രാ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേഴ്സ്റ്റ് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ഒന്നാവും. അതായത് ഇപ്പോൾ ഹാറ്റ്, കാറ്റ്, അതേപോലെ പോട്ട്സ്, ഈ 3 സ്ട്രിങ് മാത്രമേ ഉള്ളൂ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ എന്താണ് പറയുക, ഇതിൻ്റെ എത്ര സ്ട്രിങ് നമുക്ക് ഉണ്ടോ അത്രയും സ്ട്രിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കീ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതാണ് വേഴ്സ്റ്റ് കേസ്. അതാണ് നമ്മളെ സ്പേസ് കോംപ്ലക്സിറ്റിയുടെ വേഴ്സ്റ്റ് കേസ് വരിക. ഇനി നമുക്കിതിൻ്റെ കോഡ് നോക്കാം. നേരത്തെ പറഞ്ഞ ലാസ്റ്റത്തെ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ മെത്തേഡിൻ്റെ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. നമുക്കിപ്പോൾ ഓരോന്നിലും പോകാം. അതായത് ഇപ്പോൾ റിസൾട്ട്, ഇപ്പോൾ
പൈത്തണിലാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് സീൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ റിസൾട്ടിക്ക് ഒരു ഡിഫോൾട്ട് ഡിക്റ്റ് ലിസ്റ്റ്, അതായത് നമ്മളൊരു ഡിക്ഷണറി ഉണ്ടാക്കുകയാണ്, അതിൽ ഡിഫോൾട്ട് വാല്യൂ എപ്പോഴും ലിസ്റ്റ് ആവും. ഒരു എം ടി ലിസ്റ്റ് ഉണ്ടാക്കും ഡിഫോൾട്ട് വാല്യൂ ആയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്ട്രിങ് ഇപ്പോൾ STRs എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്, പേര് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സിൻ്റെ ആ ഒരു അറയുടെ അല്ല ആ ഒരു ലിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് STRs എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു STRസിലുള്ള ഓരോ സ്ട്രിങ് നമ്മൾ നോക്കും. എന്നിട്ട് ആ ഓരോ സ്ട്രിങ്ങിനും നമ്മൾ എന്ത് ചെയ്യും, ഒരു ടപ്പിൾ ഉണ്ടാക്കും, ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കും. എത്ര 26 സീറോ വരുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കും. എന്നിട്ട് അതിലത്തെ ഓരോ സ്ട്രിങ്ങിലത്തെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കും. അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കും. എന്നിട്ട് ആ ഓരോ ക്യാരക്ടറിൻ്റെയും എന്ത് ചെയ്യും, ആ ഓരോ ക്യാരക്ടറിനെ ഓർഡർ എടുക്കും. അതായത് നമ്മൾ ആസ്കി വാല്യൂ എന്നൊക്കെ പറയില്ല, അതുപോലെ ഓർഡർ എടുത്തിട്ട് അത് -A ഓർഡർ മൈനസ് ചെയ്യുക. അതായത് ഇവിടെ ഈ ഒരു ക്യാരക്ടർ A ആയിരുന്നു വിചാരിച്ചോ, A - A എന്ത് വരും, 0 വരും. ഇപ്പോൾ B ആയിരുന്നെങ്കിൽ B - A എന്ത് വരും, 1 വരും. അങ്ങനെ ആ ഒരു നമ്പറിൽ എന്ത് ചെയ്യും, ആ ഒരു നമ്പറിലുള്ള കൗണ്ട്, ഇപ്പോൾ ആ നമ്പറിലുള്ള കൗണ്ട് 0 ആയിരിക്കും, ആ 0യിൽ കൂടെ +1 ആഡ് ചെയ്യും. ഇപ്പോൾ ഇപ്പോൾ ബി എന്നുള്ള ഇതുണ്ടെങ്കിൽ അപ്പോൾ 2 വാല്യൂ ഇവിടെ ആഡ് ചെയ്യും, അപ്പോൾ 2 ആവും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് പോകും. അങ്ങനെ ഇത് ഓരോ ക്യാരക്ടറും റിപ്പീറ്റ് ചെയ്യും സ്ട്രിങ്ങിലുള്ള ആ ഒരു സ്ട്രിങ്ങിലുള്ള. അപ്പം ഇവിടെ കാണാം EAT അല്ല EATൽ എന്ത് ചെയ്യും, ആദ്യം ആവും ഇവിടെ ഉണ്ടാവുക. EATയുടെ ആദ്യം ഇതിൽ ഈ സ്ട്രിങ് ഇത്രയും സ്ട്രിങ്ങിലത്തെ ഈറ്റ് എന്നുള്ള സ്ട്രിങ് ഇവിടെ എടുക്കും. ആ ഈറ്റ് എന്നുള്ള സ്ട്രിങ്ങിലത്തെ ആദ്യം വരും. എന്നിട്ട് ആ എന്ത് ചെയ്യും, മൈനസ് ഓർഡർ ഓഫ് A. അപ്പോൾ എന്ത് ചെയ്യും, ABCD ഈൻ്റെ ഇതെന്താണോ ആ ഒരു നമ്പർ ഇവിടെ 5 അല്ലെങ്കിൽ AB0 1 ABCDE. അപ്പോൾ ഈൻ്റെ വാല്യൂ 4 ആ ഒരു വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ വരും. ഈൻ്റെ വാല്യൂ എന്താണോ ആ ഒരു കൗണ്ട് വാല്യൂ ഇവിടെ വന്നിട്ട് ആ ഒരു വാല്യൂക്ക് +1 ആഡ് ചെയ്യും. അങ്ങനത്തെ ഒരു എന്തുണ്ടാക്കും, അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി അറേ ഉണ്ടാക്കും മൊത്തത്തിൽ. ഇങ്ങനെ ഇതാണ് ഫ്രീക്വൻസി അറേ ഉണ്ടാക്കുന്ന സാധാരണ ഒരു മെത്തേഡ്. എന്നിട്ട് ആ ഒരു ഫ്രീക്വൻസി അറേ എന്ത് ചെയ്യും, നമ്മൾ ടപ്പിളായി കൺവേർട്ട് ചെയ്യും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ് അത് ഇമ്മ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്, നമ്മൾ കീ ആയിട്ട് യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ചേഞ്ച് ചെയ്യാത്ത ഈ ഒരു സാധനം നമ്മളിവിടെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടപ്പിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, ഈ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രിങ് തന്നെ ആഡ് ചെയ്യും. അതായത് ഈറ്റ് എന്നുള്ള സ്ട്രിങ് തന്നെ അവിടെ ആഡ് ചെയ്യും, ആ ടപ്പിൾ കറസ്പോണ്ടിങ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ T എന്നുള്ള സംഭവം വരുമ്പോൾ Tക്കും സെയിം ടപ്പിളാവും വരാം. T എന്നുള്ളതിന് വരുമ്പോൾ സെയിം ടപ്പിളാവും അവിടെ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതേ ടപ്പിളിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു T എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഒരേ ഒരു ഇതിൽ വന്ന് ഒരു കീക്ക് തന്നെ 2 വാല്യൂ ആയിട്ട് വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് മാത്രം എടുത്തിട്ട് അതൊരു ലിസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ആ ഒരു വാല്യൂസ് മാത്രം എടുത്തിട്ട് അതൊരു ലിസ്റ്റായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. നമുക്ക് ജസ്റ്റ് ഇതൊന്നും റൺ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് T8 ഒരു ഇതായി. അങ്ങനെ വാല്യൂസ് എന്ത് ചെയ്ത് അതൊരു ലിസ്റ്റായിട്ട് റിട്ടേൺ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. സബ്മിറ്റ് ചെയ്താലും വർക്ക് ചെയ്യേണ്ടതാണ്. യെസ്, അപ്പോൾ അത് റണ്ണാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ CO അല്ലെങ്കിൽ C++ഓ ജാവയുടെ കോഡ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി.